വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ തമ്മിലുണ്ടോ തന്നെ ഒരു പെരുന്നാളിൻ്റെ തലേ ദിവസമാണ് ഇന്ന്. നാളെയാണ് പെരുന്നാളെങ്കിൽ ഇന്നത്തെ ഒരു വ്ളോഗാണ് ഞാൻ എടുക്കാൻ ഉദ്ദേശിച്ചത്. ഒരു ഡേ ഇൻ മൈ ലൈഫ് അല്ലെങ്കിൽ പെരുന്നാൾ തലേ ദിവസം ആ ഒരു വ്ളോഗ്. സോ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കാം. അതിന് മുന്നായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടാന്നുണ്ടെങ്കിൽ അവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പം വീഡിയോ കാണുന്നതോടൊപ്പം അതൊന്ന് ലൈക്കും ചെയ്യാം കേട്ടോ. അപ്പം നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കാം. ഇപ്പം സമയം 2 മണി ആയിട്ടുണ്ട്. അപ്പം ഞാനൊന്നും കഴിച്ചിട്ടും കുടിച്ചിട്ടുമില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ പാൽ കുടിച്ചിന് ഒരു 8 മണി 9 മണി ആ ടൈമിൽ പാൽ കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു പഴം കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒന്നും കഴിച്ചില്ല, ഫീഡ് ചെയ്യുന്നതല്ല. അപ്പം നല്ല ടയേർഡാണ്. ഇപ്പം ഫുഡ് അയച്ചിട്ടുണ്ട്, നേരത്തെ ഫുഡായി. അപ്പം നമുക്ക് ആദ്യം തന്നെ ഫുഡ് കഴിക്കാം. ഇന്ന് വെള്ളിയാഴ്ചയാണല്ലോ. ഞാനിപ്പം വെള്ളിയാഴ്ചയാണ് അധികം വ്ളോഗ് എടുക്കൽ. കോയിൻസിഡൻസ് ആയിട്ട് എപ്പം വെള്ളിയാഴ്ച ആയിപ്പോവും വ്ളോഗ് എടുക്കുമ്പോൾ. അപ്പോൾ നമുക്കിന്ന് നെയ്ച്ചോറും ഇറച്ചിക്കറിയാണ്. നാളെ ഏതായാലും ബിരിയാണി വെക്കണ്ടല്ലേ വിചാരിച്ചിട്ട് ഇന്ന് ബിരിയാണി വെച്ചിട്ടില്ല. അപ്പം നമുക്ക് ആദ്യം തന്നെ പോയിട്ട് ഫുഡ് കഴിക്കാം. നല്ല രീതിക്ക് വിശക്കുണ്ട്. അപ്പം ഞാൻ ഫെല്ലൂനെല്ലാം ഉറക്കി കിടത്തിയിട്ടുള്ളത് കേട്ടോ. അതിന് മുമ്പായിട്ട് എണീക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ആദ്യം തന്നെ ഫുഡ് കഴിക്കാം. ഫീഡ് ചെയ്യുന്നോണ്ടാണെന്ന് അറിയില്ല, ഇപ്പം ഭയങ്കരമായിട്ട് വിശപ്പാന്ന്, ഭയങ്കര ടയേർഡാണ്, നല്ല രീതിക്ക് മെല്ലുപോയി. എന്തെങ്കിലും വെയിറ്റ് ഗെയിൻ ടിപ്പ് ഉണ്ടെങ്കിൽ പറഞ്ഞിരുന്നു കേട്ടോ. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് ഗായ്സ് ഇപ്പോഴാണ് കുറച്ച് ആശ്വാസമായത്. എന്ന് വെച്ചാൽ എപ്പം ബ്രേക്ക്ഫാസ്റ്റ് ആക്കും. അപ്പം വലിയ കാര്യം ഉണ്ടാവില്ലേ, നമ്മൾ ഇങ്ങനെ ഡിമാൻഡാക്കി കളിക്കും. ഇന്ന് ആക്കാത്തവരാണെങ്കിൽ ഭയങ്കര വിശപ്പു. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് ഫുഡ് കഴിക്കാത്ത കാണിക്കാന്ന് വെച്ചാൽ ഫെല്ലു എണീച്ചു. ഞാൻ എന്തെങ്കിലും ചെയ്യുമ്പോൾ ബിയ്യനുള്ള എണീക്കും. ഇപ്പോൾ പാലെടുത്തിട്ട് ഉമ്മാൻ്റെ കയ്യിൽ കൊടുത്തിട്ടുള്ളതോളാം. പിന്നെ ഒരു കൊറിയർ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പുറത്തിരുന്ന് അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തു. അങ്ങനെ അജിയോന്നൊരു കൊറിയർ വന്നു കേട്ടോ. അത് സംഭവം പാൻറ്റാണ്, ഹസ്ബൻഡിന് ഓർഡർ ചെയ്ത പാൻറ്റാണ്. അപ്പം സെയിൽ നടക്കുമ്പോൾ ഓർഡർ ചെയ്തതാണ് കേട്ടോ. നല്ല പാൻറ്റാണ്, എനിക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഒരു ബേജ് ഓഫ് വൈറ്റ് കളറാണ്. എപ്പോൾ രാവിലെ ഉറങ്ങുന്നത് പറഞ്ഞിട്ടുള്ള ഒരു പരാതി ഇപ്പം മാറിക്കിട്ടി. ഇപ്പോൾ രാവിലെ ഉറങ്ങുന്നില്ല, രാത്രി ഉറങ്ങുന്നില്ലോള്. കുറച്ച് സമയം ഇപ്പം കണ്ട ഉറക്കി കിടത്തിയതാണ്, എണീച്ച് പെട്ടെന്ന് തന്നെ എണീക്കുണ്ട്. പിന്നെ ഞാൻ തുണിയായി ഇത്ര സമയം വെച്ചത്, ബക്കറ്റ് ഫുള്ളായി. തുണി വെച്ചിട്ടൊന്നും കാര്യമില്ല, കാരണം ഉണങ്ങുന്നില്ല സംഭവം. എന്നിട്ട് ഞാനൊരു ഡയപ്പർ എടുത്തിട്ട് വന്നു കേട്ടോ. ഇപ്പം ടോട്ടൽസിൻ്റെ ഒരു ഡയപ്പറാണ് യൂസ് ചെയ്യുന്നത്. ആ ഡയപ്പർ ചേഞ്ച് ചെയ്ത് കൊടുക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് ചിരിച്ചതാണ്. പക്ഷെ അവള് കമ്മിയുന്നു. എനിക്ക് ഭയങ്കര സന്തോഷമായി. ഫസ്റ്റ് ടൈം ആയിട്ടാണ് ഇങ്ങനെ കമ്മിയുന്നത്. പിന്നെ ആ കമ്മിയുന്നതിൻ്റെ സൈഡ് എഫക്റ്റ് ആയിട്ട് അവള് ശബ്ദിക്കുകയും ചെയ്ത് നല്ല കഫുണ്ട് കേട്ടോ. ഫെല്ലൂനാണെങ്കിൽ ഞാൻ അങ്ങനെല്ലാം ഉറക്കി കിടത്തിയിട്ടുണ്ട്. വെറും നട്ടി എണീക്കലും മൂത്രമൊഴിക്കലും പാലൊടിക്കലും ഇതന്നെയാണ് പണി. അപ്പോൾ എല്ലാവരും ചോദിക്കും എങ്ങനെ ടൈം പോകുന്നത്. പക്ഷെ ചെറിയ മക്കളിലെ ഉമ്മമാരോട് ചോദിച്ചാൽ മതി, പെട്ടെന്ന് ഇങ്ങനെയുള്ളതായിട്ട് ടൈം പോകും. നാളോ മറ്റെന്തെങ്കിലും ഫംഗ്ഷൻസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ മുഖത്ത് വരുന്ന സംഭവമാണ് കേട്ടോ ഈ പിമ്പിൾസ് നിന്ന്. പക്ഷെ ഇപ്രാവശ്യം ഉണ്ടല്ലോ നല്ല അധികമാണ്. നോക്കിയാൽ ഒന്നും ഉണ്ടായിട്ടില്ല ഫേസിൽ. ഞാനൊന്നിപ്പം ഫേസ് വാഷ് അടക്കം യൂസ് ചെയ്യലില്ല, ബേബി സോപ്പാണ് യൂസ് ചെയ്യല്. പക്ഷെ ഇപ്പം നോക്കിയാൽ ഇതാ ഇന്നലെ മുതലാണ് ഫുള്ളായിട്ട് പിമ്പിൾസും കാര്യങ്ങളെല്ലാം വന്ന് ഇതാ ഇവിടെ എല്ലാം. പിന്നെ കണ്ണിൻ്റെ താഴെന്തോ ഉറങ്ങുമ്പോൾ അമ്മ കടിച്ചത്. രാത്രിയൊന്നും ഉണ്ടായിട്ടില്ല, രാവിലെ എണീക്കുമ്പോൾ ഇതാ നല്ല പെയിൻ ഉണ്ട് കേട്ടോ. ഇങ്ങനെ തൊടുമ്പം 2 സൈഡിലും. ഇതൊക്കെയാണ് അവസ്ഥ. എന്തെങ്കിലും ഫംഗ്ഷൻസ് വരുമ്പോൾ എൻ്റെ മുഖം ഫുൾ കൊളാവറാണ് പതിവ്. അതെപ്പോൾ ഇല്ലതാണ്. നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടാവില്ലുണ്ടാ? ഞാൻ അതേ മൈലാഞ്ചെല്ലാം വെക്കണം വിചാരിച്ചതാണ്. പക്ഷെ എന്താ ഫെല്ലു ഇങ്ങനെ ഉറങ്ങിക്കൊണ്ട് എണീച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ കണ്ടാ ഒളിപ്പോൾ എണീച്ചിട്ടുള്ളത്. അപ്പം എനിക്കിപ്പോൾ ഒന്നും കഴിയില്ല. ഇനി രാത്രിയായിട്ട് മൈലാഞ്ചി വെക്കാന്നാണ് വിചാരിക്കുന്നത്. ഓള് ഊനാലെല്ലാം ഇവിടെ തൂക്കിയിട്ടിട്ടുണ്ട്. ഇവിടെ നടക്കാൻ കുറച്ച് സ്പേസ് കുറവാണ്. അപ്പം ഊനാലെല്ലാം ഇവിടെ തൂക്കിയിട്ടിട്ടുണ്ട്. പിന്നെ ആ വീട്ടിൽ ഞാനും ഫെല്ലും മാത്രമേ ഇല്ലൂ ഇപ്പോൾ. കാരണം ഉമ്മയും ഇക്കാക്കി ഇങ്ങനെ സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് പുറത്ത് പോയിട്ടുള്ളത്. നാളെ പെരുന്നാളല്ലേ. അപ്പം ഞാനും കസ്റ്റേർഡ് ആക്കാൻ വേണ്ടിയിട്ട്, കസ്റ്റേർഡ് അല്ലെങ്കിൽ പുഡിങ് ആക്കാൻ വേണ്ടിയിട്ട് ബ്രെഡ് പുഡിങ് അല്ലെങ്കിൽ ട്രെസ്ലെച്ചസ് ആക്കണമെന്നാണ് വിചാരിക്കുന്നത്. ഞാൻ റെസിപ്പി ഇടാം കേട്ടോ. അപ്പം അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സാധനം വാങ്ങാനുണ്ട്. പിന്നെ അല്ലറ ചില്ലറ സാധനം വാങ്ങാനുണ്ട്. അപ്പം അങ്ങനെ അവർ പീടി പോയി ചെള്ളത്. ഞാനും ഫെല്ലും മാത്രമേ ഉള്ളൂ, നമ്മൾ 2 ആളെയും കൂട്ടാണ്ട്. അങ്ങനെ അവർ പോയിട്ട് സാധനമെല്ലാം വാങ്ങിച്ച് കൊണ്ടുവന്നു കേട്ടോ. ആദ്യം തന്നെ കസ്റ്റാർഡ് ബ്രെഡ് പുഡിംഗ് ആണ് ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടുള്ളത്. ഭയങ്കര സിമ്പിളല്ലേ, എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ. അപ്പോൾ ഞാൻ വിചാരിച്ചു പെട്ടെന്ന് തന്നെ കസ്റ്റാർഡ് പുഡിംഗ് ഉണ്ടാക്കാമെന്ന്. അതിനായിട്ട് ആദ്യം തന്നെ കസ്റ്റാർഡാണ് ഉണ്ടാക്കുന്നത്. അതും പാലൊഴിക്കുക. എല്ലാവർക്കും അറിയില്ല, ഞാൻ തന്നെ എൻ്റെ ചാനലിൽ തന്നെ കുറേ പ്രാവശ്യം ഇട്ടിട്ടുണ്ട് കസ്റ്റാർഡ് പുഡിങ്ങിൻ്റെ റെസിപ്പി. അങ്ങനെ കസ്റ്റാർഡ് ഉണ്ടാക്കിയതിന് ശേഷം ചൂടാക്കിയതിന് ശേഷം ആദ്യം കസ്റ്റാർഡ് വയ്ക്കുക, ബ്രെഡ് വെക്കുക, വീണ്ടും കസ്റ്റാർഡ് വയ്ക്കുക, പിന്നെ എന്തെങ്കിലും ഫില്ലിങ്സ് വെച്ച് കൊടുക്കുക. ഞാൻ ഇവിടെ കുറച്ച് നട്ട്സ്
പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബൂസ്റ്റിൻ്റെ പൊടി, പിന്നെ കുറച്ച് ചെറീസ്. അപ്പം അങ്ങനെയെല്ലാം ഞാൻ ഫില്ലിങ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പം സെയിം കാര്യം തന്നെ റിപ്പീറ്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ഞാനിവിടെ പീനട്ട്സും അതുപോലെ തന്നെ എൻ്റെ കയ്യിലുള്ള കാഷ്യൂനട്ടും ബദാമും കൂടിയിട്ടാട്ടോ ജസ്റ്റ് ഒന്ന് പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സും കാര്യങ്ങളും ഫ്രൂട്ട്സും വേണമെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ ഇത് മാത്രം ഉള്ളതുകൊണ്ടാണ് ഇത് ഇട്ടെടുത്തത്. പിന്നെ ലാസ്റ്റ് ഞാൻ ഇട്ടെടുത്തപ്പോൾ ഇല്ലേ കുറച്ച് കൂടിപ്പോയി. അതേ തോന്നിന് ആ ഒരു ലെയർ മാത്രം മതിയെന്ന്. പക്ഷെ ഞാൻ കൂടുതലായിട്ട് ബ്രെഡ് വെച്ച് കൊടുത്തു. അപ്പം നമ്മുടെ ആ ഒരു ഡബ്ബൻ്റെ മൂടി അടക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ അതിൽ കുറച്ച് മറിഞ്ഞ് എനിക്ക് ഞാൻ വിചാരിച്ച് ഒരു കണ്ടെയ്നറിലോട്ട് മാറ്റാമെന്ന്. അങ്ങനെ ഞാൻ ആ ഒരു ഫസ്റ്റ് ലെയറത്തെ ഒരു ബ്രെഡ് എടുത്ത് മാറ്റി. പിന്നെ എൻ്റെ കയ്യിൽ ബാക്കിയുണ്ടായ ബ്രെഡും കസ്റ്റേർഡും കൂടി ആ ഒരു കണ്ടെയ്നറിൽ ഒഴിച്ചു കൊടുത്തു. അങ്ങനെ 2 കണ്ടെയ്നറിലും ഞാൻ എൻ്റെ കസ്റ്റാർഡ് പുഡിങ് ഒഴിച്ചിട്ട് ഫ്രീസ് ചെയ്യാൻ വെച്ചു കേട്ടോ, തണുക്കാൻ വേണ്ടിയിട്ട് വെച്ചു. അങ്ങനെ ഞാൻ മെഹന്തിയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇപ്പം 11 മണിയായി, ഫുഡൊന്നും കഴിച്ചിട്ടില്ല. ഇപ്പോഴാണ് ഫിയോന ക്രീം കിട്ടിയത്, വിപ്പിംഗ് ക്രീം കിട്ടിയത്. ഇനിയും കുറച്ച് കഴിഞ്ഞിട്ട് ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് പുഡിങ് ആക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇനി ആദ്യം തന്നെ ഫുഡ് കഴിക്കുക. ഇന്നും കുറേ ലേറ്റായി. ഇത് തുടക്കമേ ലേറ്റാണ് ഫുഡ് കഴിക്കൽ. ഫെല്ലു അണിയിച്ചിട്ടുണ്ട്. ഫെല്ലുവിനാണെങ്കിൽ ഭയങ്കരമായിട്ട് മൂക്കടപ്പ്. ഞാൻ ശരിയായിരുന്നു, ഇന്നലെ കുറച്ച് ക്ലിയർ ആയിനി, പക്ഷെ ഇപ്പം ഇനിയും തുടങ്ങി. പിന്നെ ഞാൻ വീണ്ടും ഫെല്ലുവിനെ ഉറക്കി കിടത്തിയിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനിലാണ്. അതിന് മുമ്പായിട്ട് ഉള്ള ഡയപ്പറെല്ലാം ചേഞ്ച് കൊടുത്തിട്ട് ഒന്ന് കിടത്തി കേട്ടോ. അപ്പം ആള് ഉറങ്ങിയിട്ടൊന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ നിറങ്ങി കളിക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഫുഡെല്ലാം വിളമ്പി വെച്ച് ഹസ്ബൻഡും ഉണ്ടായിരുന്നു. അപ്പം നെയ്ച്ചോറ് സെപ്പറേറ്റ് വേറെ എന്നും ആക്കി കേട്ടോ. എന്താ വെച്ച് കഴിഞ്ഞാൽ രാവിലത്തെ നെയ്ച്ചോറ് കുറച്ചേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. ഞാനാണെങ്കിൽ അറിയാണ്ട് കൈ അപ്പോഴത്തേക്കന്നെ ഫുള്ളും ഇതായിട്ടോ. പിന്നെ ഞാൻ കഴുകി മൈലാഞ്ചെല്ലാം കഴുകി ഫെല്ലുവിന് മരുന്നെല്ലാം കൊടുത്ത്. ഇനിയിപ്പം 12:30 മണിയായി. ഇനി പുഡിങ് ഉണ്ടാക്കാൻ കഴിയുമെന്നറിയില്ല. ഫസ്റ്റ് ആ ഒരു ബ്രെഡ് പുഡിങ് തന്നെ മതി എന്നാണ് വിചാരിക്കുന്നത്. എനിക്കാണെങ്കിൽ ഇപ്പം ഭയങ്കരമായിട്ട് കാലെല്ലാം വേദന എടുക്കുന്നുണ്ട്. അപ്പം നാളെ രാവിലെ വേഗം എണീക്കേണ്ടതല്ലേ. അപ്പം നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു പെരുന്നാൾ തലേ ദിവസം എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു വ്ളോഗ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.